ഖുർആൻ ആസ്വദിക്കുമ്പോൾ അത് ഹൃദയത്തിൽ കൂടി എത്തുന്ന രീതിയിൽ, ഹൃദയത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ അമലുകളിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കണം വിശുദ്ധ ഖുർആൻ ആസ്വാദനം എത്തേണ്ടത് എന്നുള്ളതാണ്. രണ്ട് തരത്തിൽ നമ്മൾ ഖുർആനെ ആസ്വദിക്കാറുണ്ട്. ഒന്ന്, പാരായണത്തിലൂടെ ആസ്വദിക്കുന്നു. വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു അൻസിതു ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ ശബ്ദമുണ്ടാക്കാതെ മിണ്ടാതെ ഇരിക്കുക, കേട്ടുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഖുർആൻ പാരായണം ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭംഗിയുള്ള പാരായണം കേൾക്കാൻ വേണ്ടി. അത് പാരായണ ആസ്വാദനമാണ്. നമുക്കറിയാം, നമ്മളൊക്കെ അത് താല്പര്യപ്പെടുന്നവരാണ്. ചോറുള്ള പള്ളി തേടി പോകുന്നത് പോലെ രാത്രി തറാവി നമസ്കാരത്തിന് നല്ല ഖിറാഅത്തുള്ള പള്ളി നോക്കി പോകാറുണ്ട് നമ്മളൊക്കെ. അതൊന്നും വേണ്ട എന്നല്ല, അതൊരു പാരായണത്തിൻ്റെ ഒരു വശം. അതുപോലെ തന്നെ മറ്റൊരു വശമാണ് ആശയ ആസ്വാദനം എന്നുള്ളത്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവൊക്കെ നമസ്കാരത്തിൽ കരയാറുണ്ടായിരുന്നെന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അത് ഈ ഒരു വശത്തിലൂടെയാണ്. ആശയം ആസ്വദിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് ആശയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അങ്ങനെ അതിനെ ആസ്വദിക്കാൻ, ആശയത്തെ ആസ്വദിക്കാൻ, ഖുർആനിനെ ആസ്വദിക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥ വിശുദ്ധ ഖുർആന്റെ ആസ്വാദനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ مثانية تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. നമ്മൾ ഓരോ ആഴ്ചകളിലും കേൾക്കുന്ന വാചകമാണ് ഖൈറൽ ഹദീസി കിതാബുല്ലാ അഹ്സനൽ കലാമി കലാമുല്ലാ. അള്ളാഹുവിൻ്റെ സംസാരമാണ് ഏറ്റവും നല്ല സംസാരം, ഏറ്റവും ഉന്നതമായിട്ടുള്ള സംസാരമെന്ന് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ആ സംസാരം നമ്മൾ കേൾക്കുന്ന അള്ളാഹുവിൻ്റെ കലാമ് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് രോമാഞ്ചമുണ്ടാവുകയും തുടർന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് അത് സ്വാധീനിക്കാറുമുണ്ടോ എന്നാണ് ഈ വചനത്തിൽ അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ്, അള്ളാഹുവാണ് ഏറ്റവും നല്ല വചനങ്ങൾ, ഏറ്റവും നല്ല സംസാരം ആകാശ ലോകത്ത് നിന്ന് ഇറക്കി തന്നിട്ടുള്ളത്. ആ ഇറക്കി തന്നത് ഒരു ഗ്രന്ഥമായിക്കൊണ്ട്, കിതാബൻ ഒരു ഗ്രന്ഥമായിക്കൊണ്ട് ഖുർആനാക്കിക്കൊണ്ടാണ് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. മുത്തശാബിഹൻ, അതിൽ പരസ്പര സദൃശങ്ങളായിട്ടുള്ള സാദൃശ്യമുള്ള വചനങ്ങളുണ്ട്. മസാനി ആവർത്തിച്ച് വരുന്ന വചനങ്ങളുമുണ്ട്. തഖ്ശഇറു മിൻഹു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ. അത് പാരായണം ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് രോമാഞ്ചമുണ്ടാകും, അത് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കും. എങ്ങനെയുള്ളവർക്കാണ് അത് ഹൃദയത്തെ സ്വാധീനിക്കുക എന്ന് അള്ളാഹു അവിടെ പറഞ്ഞു വെക്കുന്നത്, യഖ്ശൗന റബ്ബഹും, റബ്ബിനെ ഭയപ്പെടുന്നവർക്കാണ്. ആ റബ്ബിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനെ പരിചയപ്പെടുന്നത് ഇങ്ങനെയാണ്, فإنهم عدو لي إلا رب العالمين الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين والذي يميتني ثم يحيين
വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ. റബ്ബിനെ പറ്റി പരിചയപ്പെടുമ്പോൾ നമ്മൾ ഓരോ ദിവസവും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പ്രപഞ്ചനാഥന് സ്തുതി അർപ്പിക്കുന്നുണ്ട്. ആ റബ്ബിനെ നമ്മൾ തിരിച്ചറിയാതെയാണ് ഖുർആൻ പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതുമെങ്കിൽ നമ്മളെ ഹൃദയത്തിന് അത് സ്വാധീനിക്കുകയില്ല എന്നുള്ളതാണ്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ, സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുമ്പോൾ മഹാനായ മൂസ അലൈഹി വസലാം ഫിർഔന് ആരാണ് നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ലളിതമായിക്കൊണ്ട്, വളരെ സുന്ദരമായിക്കൊണ്ട്, ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എനിക്ക് വേണ്ടതെല്ലാം നൽകുന്നവനാണ് എൻ്റെ റബ്ബ്, എന്നിട്ട് എനിക്ക് മാർഗം ഹിദായത്ത് നൽകുന്നവനുമാണ്, എനിക്ക് ജീവിക്കേണ്ടുന്ന വഴി കാണിച്ചവൻ തരുന്നവനുമാണ്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, നമുക്ക് വഴി കാണിച്ചു തരുന്നു അള്ളാഹു, ഹിദായത്ത് നൽകുന്നു. ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞതും ഇതേ കാര്യത്തെ പറ്റിയിട്ടാണ്. എന്നിട്ട് അള്ളാഹുവിനെ വീണ്ടും പരിചയപ്പെടുത്തുന്നത് അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ വ ഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, അവൻ രോഗങ്ങൾ വരുമ്പോൾ സുഖപ്പെടുത്തുന്നതും എൻ്റെ പാപങ്ങളെല്ലാം പുറത്തു നൽകുന്നതും എൻ്റെ കാര്യങ്ങൾ ഏറ്റുപറയുന്നതെല്ലാം അള്ളാഹുവിനോടാണ്. ഞാൻ തേടുന്നതും പ്രാർത്ഥിക്കുന്നതും അവനിൽ നിന്നാണ്, അവനോടാണ്. അവനാണ് എനിക്ക് വേണ്ട പാനീയങ്ങൾ, എനിക്ക് വേണ്ട ഉപജീവനം, എനിക്ക് വേണ്ടതെല്ലാം നൽകുന്നത് അള്ളാഹുവാണ്, റബ്ബാണ്. സൃഷ്ടാവിനെ നമ്മൾ ശരിയായിട്ട് ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് ഖുർആനിൻ്റെ വചനങ്ങൾ നമ്മുടെ മനസ്സകങ്ങളെ സ്വാധീനിക്കുക. സൂറത്തു അഅലയുടെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല തുടർന്നുകൊണ്ടുള്ള വചനങ്ങൾ അള്ളാഹുവിനെ, റബ്ബിനെ കൃത്യമായി കൊണ്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ റബ്ബിനെ ഉൾക്കൊള്ളുവാനും സ്വീകരിച്ചു കൊണ്ടുമായിരിക്കണം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യേണ്ടതും അത് കേൾക്കേണ്ടതും. നേരത്തെ സൂചിപ്പിച്ചു, വിശുദ്ധ ഖുർആൻ കിതാബൻ മുതശാബിഹൻ മസാനി, ആവർത്തിച്ച് വരുന്ന പദങ്ങളുള്ളതും അതേപോലെ ഒരേ പദങ്ങൾ വീണ്ടും വീണ്ടും ഒരേ പദങ്ങൾ വരുന്നതുമായിട്ടുള്ള വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. നമുക്കറിയാം, എന്ത് മേഖലയിൽ നിന്നുമാവട്ടെ ഒരു ഭാഗം നമ്മൾ കേൾക്കുമ്പോൾ അത് ആവർത്തിച്ച് കേൾക്കുമ്പോൾ നമുക്ക് വിരസത ഉണ്ടാവാറുണ്ട്. പാട്ട് കേൾക്കുമ്പോഴാവട്ടെ അല്ലെങ്കിൽ മറ്റ് വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഒരു ഭാഗം വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ എന്തായാലും നമുക്ക് വിരസത ഉണ്ടാവും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് വിശുദ്ധ ഖുർആൻ. ഒരുപാട് ഭാഗങ്ങളിൽ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വല്ലാഹു അലീമുൻ ഹക്കീം, അതുപോലെ ഓരോ ഭാഗത്തും അതിൻ്റെ ആപ്റ്റായിട്ടുള്ള അവിടെ എന്താണോ നൽകേണ്ടത് അത് തന്നെ നൽകിക്കൊണ്ട് ഒരുപാട് സൂക്തങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ട്. അതിനുള്ള ഏറ്റവും ഒരു ഉദാഹരണമാണ് സൂറ റഹ്മാൻ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസ്സിബാൻ ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ وخلق الجان من مارج من نار فبأي آلاء ربكما تكذبان. ഇതുപോലെ 78 ആയത്തിൽ 31 പ്രാവശ്യം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ആവർത്തിച്ച് വരുന്നുണ്ട്. പക്ഷേ സൂറ റഹ്മാനിനെ ഏറ്റവും മനോഹരമാക്കുന്നതും ഈ ആവർത്തനം തന്നെയാണ്. സൂറ റഹ്മാനിനെ ഈ ഭംഗിയുള്ളതാക്കുന്നതും ഈ ആവർത്തനം തന്നെയാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മാസ്മരികത എന്ന് പറയുന്നത്. അതിനെ ആസ്വദിക്കാൻ, അങ്ങനെ ആസ്വദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ആസ്വാദനങ്ങളിൽ നിന്ന് ഉപരി നമ്മൾ ഈ അർത്ഥത്തിലേക്ക്, ഈ ആയത്തിൻ്റെ അർത്ഥത്തിലേക്ക് കടന്ന് ചെല്ലുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരുപാട് നമ്മളൊക്കെ സൂറ റഹ്മാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. കാരണം ഇതിൻ്റെ ആസ്വാദന ഭംഗിയിൽ, പാരായണ ആസ്വാദന ഭംഗിയിൽ. എന്നാൽ അതിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ എത്രമാത്രം നിസ്സാരനാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. മനുഷ്യൻ്റെയും ജിന്നിൻ്റെയും സൃഷ്ടിപ്പിനെ പറ്റി പറയുന്നുണ്ട്. തുടർന്നുകൊണ്ട് ഓരോ അനുഗ്രഹങ്ങളെ അള്ളാഹു എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട്, അള്ളാഹു ആവർത്തിച്ചുകൊണ്ട് പേർത്തും ചോദിക്കുന്നത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് വ്യാജമാക്കുന്നത്, കളവാക്കുന്നത്,
അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചുകൊണ്ട് അതിന് നന്ദി കാണിക്കാതെ ജീവിക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ച് അവൻ തൻ്റെ സൃഷ്ടാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേടാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്. നേരത്തെ ഹിദായത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഹിദായത്ത് 2 മാർഗങ്ങളാണ് നമുക്ക് അള്ളാഹു കാണിച്ചു തന്നിട്ടുള്ളത്. വഹദൈനാഹുൻ നജ്ദൈൻ, ആ 2 മാർഗങ്ങളിൽ ഇമ്മാ ഷാക്കിറ, ഒന്നെങ്കിൽ നമുക്ക് നന്ദിയോട് കൂടിയിട്ട് നന്ദിയുള്ള അടിമയായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ വ ഇമ്മാ കഫൂറ, നിഷേധിയായിക്കൊണ്ട് നന്ദി കാണിക്കാത്ത അടിമയായിട്ടായിരിക്കും നമ്മുടെ ജീവിതം. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വേണ്ടുവോളം ആസ്വദിച്ചിട്ട് നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നുണ്ടോ? അങ്ങനെ നന്ദി കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനുഗ്രഹമുണ്ട്, ഒരു വാഗ്ദാനമുണ്ട്. ല അസീദന്നക്കും, നമ്മൾ നന്ദി കാണിച്ചു കഴിഞ്ഞാൽ ല അസീദന്നക്കും, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ച് നൽകുക തന്നെ ചെയ്യുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നന്ദിയുള്ള അടിമയായിട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയുടെ അന്ത്യാമങ്ങളിൽ കാലിൽ നീര് വരുവോളം നമസ്കരിക്കുന്നത് കണ്ടിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നബിയെ, താങ്കളുടെ വരാനിരിക്കുന്നതും വന്നതുമായ എല്ലാ പാപങ്ങളും താങ്കൾക്ക് പുറത്തു തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ട് താങ്കൾ നമസ്കരിക്കുന്നതെന്ന്. ആ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മറുപടി അഫല അകൂന അബ്ദൻ ശക്കൂറ എന്നാണ്. നന്ദിയുള്ള ഒരടിമയാവണ്ടേ ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ ആയിഷ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്. നമുക്കുമൊരു നന്ദിയുള്ള അടിമയായി തീരണ്ടേ? അള്ളാഹുവിൻ്റെ ആയത്തുകളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ലിഖിതമായിക്കൊണ്ട്, ആയത്തുകളായിക്കൊണ്ട്, ദൃഷ്ടാന്തങ്ങളായിക്കൊണ്ട് ഖുർആനിലെ വചനങ്ങളും അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന അലിഖിതമായിട്ടുള്ള പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളും നമുക്ക് പഠനയ വിധേയമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്തുവാനും അള്ളാഹുവിനെ തിരിച്ചറിയാനും അവനെ പറ്റിയിട്ടുള്ള വിശ്വാസം നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കുവാനും കഴിയണം. ഇത് കൃത്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയോടുകൂടിയിട്ട് ആവർത്തിച്ച് അള്ളാഹുവിൻ്റെ പ്രകൃതിയിലെ ദൃഷ്ടാന്തങ്ങളെ പറ്റിയിട്ട് അള്ളാഹു സൂറത്ത് റൂമിൽ പറയുന്നുണ്ട്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين ومن آياته منامكم بالليل والنهار وابتغاؤكم من فضله إن في ذلك لآيات لقوم يسمعون. വിവാഹവേളകളിലും നിക്കാഹിൻ്റെ ഖുതുബയിലുമൊക്കെ നമ്മൾ കേൾക്കുന്ന ആയത്തുകളാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ പറ്റി പറയുമ്പോൾ ഇണജീവിതം പറയുന്നു. അവിടെ അള്ളാഹു നൽകിയ കാരുണ്യവും അവൻ നിക്ഷേപിച്ച് തന്നിട്ടുള്ള സ്നേഹബന്ധവും പറയുന്നു. മനുഷ്യർ തമ്മിലുള്ള ഭാഷകളിലുള്ള വൈജാത്യവും വൈവിധ്യവും പറയുന്നു. രാത്രിയെയും പകലിനെയും, രാത്രി നമുക്ക് വിശ്രമിക്കുവാനുള്ള സമയമാക്കി, പകലാകട്ടെ നമുക്ക് മഈശത്ത് നേടുവാനുള്ള വജഅൽന നഹാറ മആശ വജഅൽന നൗമകും സുബാത തുടങ്ങി അള്ളാഹുവിൻ്റെ ആയത്തുകൾ കൃത്യമായി കൊണ്ട് പറയുന്നുണ്ട്. എന്നാൽ ഈ ആയത്തുകളുടെ ലക്ഷ്യമായിക്കൊണ്ട് അള്ളാഹു പറയുന്നത് ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യസ്മഊൻ, നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തയും അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പതിപ്പിക്കുവാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ആയത്തുകളിലൂടെ
ഈ ദൃഷ്ടാന്തങ്ങളിലൂടെ നമ്മൾ എത്തിപ്പെടേണ്ടത് അള്ളാഹു ഇറക്കിത്തന്ന ഈ വചനങ്ങൾ അള്ളാഹുവിൻ്റെ കലാമു സത്യമാണ്, പരലോകം സത്യമാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിലെ ഓരോ വചനങ്ങളും അത് സത്യമാണ്. പരലോകം, അള്ളാഹു എന്നുള്ള വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിൽ ദൃഢീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ വിശ്വാസത്തെ പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് സാധിക്കേണ്ടത്. സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. അല്ലാഹു അത് യാഥാർത്ഥ്യമാണ്, ഹഖാണ് എന്ന് നമ്മളെ ഉറപ്പിച്ചു നൽകുകയാണ്, നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു നൽകുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്, പറയുന്നത് ഈ ആയത്തുകളിലൂടെ. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൽ അവതരിക്കപ്പെട്ടപ്പോൾ എല്ലാ ഭാഗവും വിശദീകരിച്ചത് വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ ഈമാൻ ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. അവിടെയാണ് ഒരു മനുഷ്യൻ്റെ പരിവർത്തനം സാധ്യമാകുന്നത് എന്നുള്ളതാണ്. പിന്നീടാണ് വിശ്വാസകാര്യങ്ങൾ ഊട്ടിയുറപ്പിച്ചതിന് ശേഷമാണ്, ഈമാൻ ഒരാളുടെ മനസ്സിൽ നിറച്ചതിന് ശേഷമാണ് അനുഷ്ഠാന കർമ്മങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പരലോകബോധവും ഈമാനിക വിശ്വാസങ്ങളുമാണ് ഒരു മനുഷ്യൻ്റെ പരിവർത്തനത്തിന് ആദ്യമായി ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. നമുക്ക് അറിയാവുന്നതുപോലെ അള്ളാഹുവിൻ്റെ റസൂല് ആദ്യം തൻ്റെ മുന്നിലുള്ളവരോട് തൻ്റെ പ്രബോധനം എത്തിക്കുന്നവരിലേക്ക് സ്ഥാപിച്ചു നൽകിയത് പരലോകമായിരുന്നു. നാളെ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ അനന്തരഫലം ലഭിക്കുന്ന ഒരു ലോകം വരാനുണ്ട് എന്നുള്ളത് വിശ്വാസികളുടെ മനസ്സിൽ സ്ഥാപിക്കുകയായിരുന്നു, ആ വിശ്വാസത്തെ ദൃഢീകരിക്കുകയായിരുന്നു. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു സംഭവമുണ്ട്, ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. എങ്ങാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിക്കൊണ്ട് നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ കള്ളുകുടിക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങളും ആജ്ഞകളും വിലക്കുകളുമാണെങ്കിൽ ഞങ്ങൾ നന്നാകുമായിരുന്നില്ല. ലോകർക്ക് മാതൃകയായിട്ടുള്ള ഒരു സമൂഹമായിട്ട് റസൂലിൻ്റെ കൂടെയുള്ള സ്വഹാബിമാർ മാറുമായിരുന്നില്ല. നേരെ മറിച്ച് ഞങ്ങൾക്ക് ആദ്യം മനസ്സിൽ ഉറപ്പിച്ചു തന്നത് അള്ളാഹുവിനെയാണ്, സൃഷ്ടാവിനെയാണ്, പരലോകത്തെയാണ്. ഈ വിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പരിവർത്തനത്തിന്, നമ്മളെ ധാർമ്മികരായി ജീവിക്കുന്നതിന്, നമ്മൾ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് നമ്മളെയും ഈ വിശ്വാസം നയിക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെയൊക്കെ ഈ വിശ്വാസവും ഈ ആയത്തുകളും നമ്മളിലേക്ക് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ കാരണമായിട്ടുണ്ടോ എന്നുള്ളതാണ്. വിശ്വാസികളെപ്പറ്റി പറയുമ്പോൾ അള്ളാഹു പറയുന്നത് അവർ ഖുർആനിൻ്റെ പാരായണത്തിലൂടെ സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വിശ്വാസം വർദ്ധിക്കുന്നതായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അതിനോടൊപ്പം പറയുന്നത് സ്വർഗ നരകങ്ങളെ പറ്റിയിട്ട് അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും നരകത്തിനെ പറ്റിയിട്ട് പേടിപ്പിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ അവിടെ ഉണ്ടാകുന്ന പരലോകത്ത് വെച്ചുണ്ടാകുന്ന അനുഭവങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. ഖുർആനിൽ എങ്ങനെയാണോ ദുനിയാവും ആഖിറവും പറഞ്ഞിട്ടുള്ളത്, ചേർത്തുകൊണ്ടാണല്ലോ പറഞ്ഞിട്ടുള്ളത്. പൂരകങ്ങളായിട്ട്, പരസ്പര പൂരകങ്ങളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവും ആഖിറവും പറഞ്ഞിട്ടുള്ളത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. ഇതുപോലെയാണ് ഖുർആനിൽ ഏതേത് ഭാഗങ്ങളിലും നമുക്ക് സ്വർഗ നരകങ്ങളെ കാണാൻ കഴിയുന്നത്. സ്വർഗം പറഞ്ഞു കഴിഞ്ഞാൽ നരകം പറയുന്നുണ്ട്, നരകം പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗവും പറയുന്നുണ്ട്. ഇത് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ സൂറ ദുഖാനിൽ സൂചിപ്പിക്കുന്നുണ്ട്, ഇന്ന ശജറതസ് സഖൂം തആമുൽ അസീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ കഗല്ലിൽ ഹമീം ഖുദൂഹു ഫഅ്തിലൂഹു ഇലാ സവാഇൽ ജഹീം ثم صبوا فوق رأسه من عذاب الحميم ذق إن
إنك أنت العزيز الكريم إن هذا ما كنتم به تمترون. ആസ്വാദനമാണല്ലോ ഖുർആനിൻ്റെ ആശയങ്ങളിലൂടെ വചനങ്ങളിലൂടെയുള്ള ആസ്വാദനമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നരകത്തിലെ സക്കൂം മരത്തിനെ പറ്റിയിട്ടും അത് പാപികൾക്കുള്ള ഭക്ഷണമാണ്, അവർക്ക് അവിടെ വച്ച് നൽകുന്നത് അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നത്, റുഖ്, ഇന്ന് നിങ്ങൾ ആസ്വദിക്കുക, രുചിക്കുക, നരകത്തിൻ്റെ ഈ ശിക്ഷയെ നിങ്ങൾ രുചിക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, ഇന്ന ഹാദാ മാ കുന്തും ബിഹി തംതറൂൻ, നിങ്ങളുടെ സംശയത്തോടു കൂടിയിട്ട് കണ്ടിരുന്ന പരലോകമുണ്ടല്ലോ, നരകമുണ്ടല്ലോ, സ്വർഗമുണ്ടല്ലോ, ആ ജീവിതമാണ് ഇത്. അതുകൊണ്ട് നിങ്ങൾ ഇത് ആസ്വദിച്ചു കൊള്ളുക. ഈ നരകത്തിൻ്റെ അവകാശിയാണോ നാം ആവുക? അല്ല, വരാനിരിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന സ്വർഗത്തിൻ്റെ അവകാശിയാണോ നാം ആവുക? ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ ഫീ ജന്നാത്തിൻ വഉയൂൻ യൽബസൂന മിൻ സുന്ദുസിൻ വഇസ്തബ്റഖിൻ മുതഖാബിലീൻ كذلك وزوجناهم بحور عين يدعون فيها بكل فاكهة آمنين لا يذوقون فيها الموت إلا الموتة الأولى ووقاهم عذاب الجحيم فضلا من ربك ذلك هو الفوز العظيم. സ്വർഗത്തിൽ വിശ്വാസികൾക്ക്, മുത്തക്കീങ്ങൾക്ക് ഒരുക്കി വച്ചിട്ടുള്ള അവൻ്റെ വിഭവങ്ങൾ, അള്ളാഹുവിൻ്റെ വിഭവങ്ങളാണ് പറയുന്നത്. അള്ളാഹു എന്നിട്ട് പറയുന്നത്, ലാ യദൂഖൂന ഫീഹൽ മൗത ഇല്ലൽ മൗതത്തൽ ഊല. വിശ്വാസികളെ സംബന്ധിച്ച്, സ്വർഗാവകാശികളെ സംബന്ധിച്ച് അവർക്ക് സ്വർഗം ആസ്വദിക്കുന്നതിന്, സ്വർഗപ്രവേശനത്തിലേക്ക് വഴി നടക്കുന്നതിന് മരണമല്ലാതെ മുന്നിൽ ഒരു തടസ്സവും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്. ആ സ്വർഗത്തിന് വേണ്ടിയിട്ട് പട്ടിൻ്റെ വസ്ത്രവും നമ്മൾ ആഗ്രഹിക്കുന്നതെന്തും നമ്മുടെ കയ്യെത്തും ദൂരത്തും നമുക്ക് കാണാനും കഴിയുന്ന ആ സ്വർഗത്തിൽ നമ്മുടെ മനസ്സാഗ്രഹിക്കുന്ന എന്തും ലഭിക്കുന്ന, നമ്മൾ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും പറയുന്നതുമായ ഏതേത് കാര്യങ്ങളും ലഭിക്കുന്ന ആ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ ആസ്വാദന പഠനത്തിലൂടെ നമുക്ക് ചിന്തിക്കുവാൻ, ആലോചിക്കുവാൻ, നമ്മളെപ്പറ്റി നമുക്ക് വിലയിരുത്തുവാനുള്ളത്. ഈ റമളാനിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത് തഖ്വയാണല്ലോ. തഖ്വയുള്ളവർക്കുള്ളതാണ് സ്വർഗമെന്നാണ് ഇവിടെയും അല്ലാഹു പറഞ്ഞു വെക്കുന്നത്. ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ. ഈ റമളാനിലൂടെ, ഈ നോമ്പിലൂടെ ധാർമ്മിക ഊർജം, തഖ്വ നമ്മൾ സംഭരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു വിരുന്ന് നൽകിക്കൊണ്ട് സ്വർഗത്തിലേക്ക് സ്വീകരിക്കുന്നവർ, ആനയിക്കുന്നവരായിരിക്കും നമ്മൾ. അള്ളാഹുവിൻ്റെ സലാമുൻ അലൈക്കും തിബുതും ഫദ്ഖുലുഹാ ഖാലിദീൻ എന്ന് അള്ളാഹുവിൻ്റെ മാലാകമാർ ആശീർവദിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർ ആവാൻ വേണ്ടിയിട്ടുള്ള മത്സരമായിരിക്കണം നമ്മളുടെ ഈ റമളാൻ മാസക്കാലം. സ്വർഗവും നരകവും സൂചിപ്പിച്ചതിന് ശേഷം, അതിനുശേഷമായിക്കൊണ്ട് ഈ ആയത്തിൻ്റെ ബാക്കി എന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്, فإنما يسرناه بلسانك لعلهم يتذكرون فارتقب إنهم مرتقبون فإنهم يسرناه بلسانك لعلهم يتذكرون. അള്ളാഹു ഖുർആനിനെ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി എളുപ്പമാക്കി തന്നിരിക്കുന്നു. അതായത് പരലോകത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം, സ്വർഗ നരകങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് ഇതാണ്. ഖുർആനിനെ
ആലോചിച്ച് പഠിച്ച് മനസ്സിലാക്കുക എന്ന്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുർആൻ ആസ്വാദനം എന്നുള്ളത് അതിൻ്റെ പാരായണവും ആശയവും ആസ്വദിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് യഥാർത്ഥ ആസ്വാദനത്തിലേക്ക് ഒരാൾ നടന്നെത്തുന്നത് എന്നുള്ളതാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. നമ്മൾ കേൾക്കുകയുണ്ടായി. എന്നാൽ ദിക്ർ എന്ന് പറയുന്നത് കേവലം ഓർക്കുകയും നമ്മൾ ഉത്ബോധനം നടത്തുകയും ചെയ്യുന്നതിന് മാത്രമല്ല. നേരെ മറിച്ച് സൂറത്തു ഖമറിൽ നമുക്കറിയാം, ഓരോ സമൂഹത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അവർക്ക് ആലോചിച്ച് മനസ്സിലാക്കി പരിവർത്തനത്തിന് സാധ്യമാകുമായിരുന്നു, പക്ഷേ അവർ അതിന് തയ്യാറായില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നാൽ ഇതുപോലെ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ഇടപാടുകൾക്കും ഇടപെടലുകൾക്കും ഇടപഴകലുകൾക്കുമെല്ലാം ഖുർആൻ നമ്മുടെ മാർഗദർശനമായിരിക്കണം. നമ്മുടെ ജീവിത ഗ്രന്ഥിയായിട്ടുള്ള ഗ്രന്ഥമായിക്കൊണ്ട് ഖുർആൻ മാറുമ്പോഴാണ് നമ്മൾ ഖുർആനിൻ്റെ അഹ്ലുകാരായിട്ട് മാറുന്നത്. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. ഈ ഖുർആനിനെ അഗണ്യകോടിയിൽ തള്ളിക്കളഞ്ഞവരായിരുന്നു. ഖുർആനിന് വേണ്ടി ഹിജറ പോയിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഖുർആനിൽ നിന്ന് ഹിജറ പോയവരായിക്കൊണ്ട് ഒരു സമൂഹമാണ് ഇവരെന്ന് റസൂല് കുറ്റപ്പെടുത്തുന്നവരിലാണോ നാം ഉൾപ്പെടുക എന്നുള്ളതാണ് നാം ആലോചിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിനെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പരലോകത്തുണ്ടാകുന്ന ശിക്ഷയെ പറ്റിയിട്ടും അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിനെ നാം തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ, അതിനോട് മുഖം തിരിഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു പരലോകത്ത് വച്ചിട്ട് നമ്മളോടും മുഖം തിരിഞ്ഞു കളയും. നമ്മുടെ ഉപജീവനം അള്ളാഹു കുടുസായതാക്കി കളയും. എന്നിട്ട് അള്ളാഹു അവിടെ വെച്ച് പരലോകത്ത് വെച്ച് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം പറയുന്നുണ്ട്. എന്തിനാണ് റബ്ബേ എന്നെ നീ അന്ധനായിക്കൊണ്ട് കണ്ണു കാണാത്തവനായിക്കൊണ്ട് എന്നെ സൃഷ്ടിച്ചത്, എന്നെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്? ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ. അപ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, ഖാല കദാലിക്, നീ പറഞ്ഞത് ശരിയാണ്. ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, ലോകത്ത് അലിഖിതമായിട്ടുള്ള പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളെ കാണുവാനും ലിഖിതമായ ഖുർആനിൻ്റെ വചനങ്ങൾ കേൾക്കുവാനും പാരായണം ചെയ്യുവാനും മനസ്സിലാക്കുവാനും ഒക്കെ ഉള്ള അവസരം നിനക്കുണ്ടായിരുന്നു. അതത്ക ആയാത്തുന, എൻ്റെ ആയത്തുകൾ നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. അതത്ക ആയാത്തുന ഫനസീതഹ വകദാലികൽ യൗമ തുൻസ. നീ അന്നേ ദിവസം അതിനെ മറന്നു കളഞ്ഞതുപോലെ നിന്നെയും ഇതാ ഇന്ന് ഞാൻ മറന്നു കളയുകയാണ് എന്ന് പരലോകത്തിൽ വെച്ചുകൊണ്ട് ഖുർആനിനെ തള്ളിക്കളഞ്ഞവരോട് അള്ളാഹു പറയുന്ന ഒരു സംഭാഷണം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഏത് വിഭാഗത്തിലായിരിക്കും നമ്മൾ ഉൾപ്പെടുക? ഖുർആനിനെ സ്വീകരിച്ച് ഖുർആനിനെ നമ്മുടെ ജീവിതത്തിൻ്റെ സകലമാന ആട്ടങ്ങൾക്കും ആനന്ദങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മുടെ നോട്ടങ്ങൾക്കും നമ്മുടെ സംസാരത്തിനുമൊക്കെയുള്ള മാർഗദർശനമായിക്കൊണ്ട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഫസ്തംസിക് ബില്ലദീ ഊഹിയ ഇലൈക് ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം എന്ന് അള്ളാഹു പറയുന്നുണ്ട്. റസൂലിനോടാണ് പറയുന്നത്, നീ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുന്നത്, ഈ വേദഗ്രന്ഥം നീ ചേർത്ത് പിടിക്കുക, ജീവിതത്തിൽ പകർത്തുക. ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം, നീ തീർച്ചയായിട്ടും സിറാത്തുൽ മുസ്തഖീമിലാണ്. വ ഇന്നഹു ലദിക്റുൽ ലക, ഇത് നിനക്കുള്ള ദിക്റാണ്, ഉത്ബോധനമാണ്. വലി ഖൗമിക, നിന്റെ സമൂഹത്തിനും നമുക്കുമുള്ള ഉത്ബോധനമാണ്. ആ ഉത്ബോധനം സ്വീകരിച്ചുകൊണ്ട് വസൗഫ തുസ്അലൂൻ എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ഈ വേദഗ്രന്ഥത്തിനെ പറ്റിയിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹു ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ് ഉത്തരം പറയാനുണ്ടാവുക? കേവലം പാരായണത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ ഖിറാഅത്ത് കേൾക്കുന്നതിലൂടെ അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ബോധവും നമ്മുടെ മനസ്സിൽ ദൃഢീകരിക്കുവാനും പരലോകത്തെ പറ്റിയിട്ടുള്ള വിശ്വാസം കൊണ്ട് സൽപ്രവർത്തനങ്ങൾ ചെയ്യുവാനും ഖുർആനിൻ്റെ പാരായണങ്ങൾ നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഇറങ്ങുകയും
ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ സകലമാന പ്രവർത്തനങ്ങളിലേക്കും വന്ന് ഖുർആനിൻ്റെ അഹ്ലുകാരായിക്കൊണ്ട്, ഖുർആനിനെ ജീവിതത്തിൽ സ്വീകരിക്കുന്നവരായിക്കൊണ്ട്, ഖുർആനിൻ്റെ ജീവിക്കുന്ന കോപ്പികളായിക്കൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.